ഹായ് ഫ്രണ്ട്സ്, പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ചക്ക അവിയലാണ്. അതിനായിട്ട് നീളത്തിൽ ചക്ക അരിയണം, ചക്കക്കുരു നീളത്തിൽ അരിഞ്ഞെടുക്കണം. പിന്നെ കോവയ്ക്ക എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ചീര എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കൊണ്ടാണ് ഇന്ന് ചീരയും ചക്കയും കൂടെ ചേർത്തുള്ള അവിയൽ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം അതിനായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നതിലേക്ക് 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് മുളക് പൊടി, 1 സ്പൂണ് ഉപ്പ്, ഇത് മൂന്നും ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം, അതിന് 1 കപ്പ് വെള്ളം ഞാൻ ഈ ചക്കയുള്ള സാധനങ്ങളും ആ പാത്രത്തിന് നികക്കെ വെള്ളം വേണം ഒഴിക്കാൻ. അപ്പോൾ അങ്ങനെ നികക്കെ വെള്ളവും കൂടെ ചേർത്ത് 1 കപ്പ്, ഈ 1 കപ്പ് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഈ എത്ര ചക്കയുണ്ടോ ആ ചക്ക നമ്മൾ ആ പാത്രത്തിൽ നികക്കെ വെള്ളം ഒഴിച്ച് വേണം വയ്ക്കാൻ. അപ്പോൾ അങ്ങനെ നികക്കെ വെള്ളം ഒഴിച്ച് വെച്ചിട്ട് നമ്മളത് അടുപ്പ് കത്തിച്ച് അങ്ങോട്ട് വയ്ക്കുകയാണ്. അപ്പോൾ ഇത് കുറച്ച് ഒരു പകുതി, ഇപ്പോൾ അതേ ഒന്ന് തിളച്ച് പകുതി വേവായിട്ടുണ്ട്. അപ്പോൾ അതൊന്നുകൂടെ ഒന്ന് ഇളക്കിയൊക്കെ ഒന്ന് കൊടുത്തിട്ട് ഒന്നും കൂടി അടച്ച് വെക്കാം. പിന്നെ ഇത് അരപ്പിടാനുള്ളത് തേങ്ങ, കറിവേപ്പില, വെളുത്തുള്ളി, ജീരകം, പച്ചമുളക്, ഇത്രയും നമ്മളൊന്ന് ചതച്ചെടുക്കണം. പിന്നെ ഞാനിതിലേക്ക് കുറച്ച് ചീര ഇടുന്നെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ ആ ചീര അരിഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ ആ ചീരയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. ചക്കയും ചീരയും കൂടെ അവിയൽ വെച്ചാൽ നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് വെച്ച് നോക്കണം. അപ്പോൾ അങ്ങനെ ഞാൻ ചീരയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് അടച്ച് വയ്ക്കണം. അടച്ച് വെച്ചിട്ട് നമ്മൾ അരപ്പ് റെഡിയാക്കി വയ്ക്കുന്നു. അരപ്പ് റെഡിയാക്കി വെച്ചിട്ട് നമ്മളിനി അത് ചീരയും കൂടെ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇപ്പോഴേ. അപ്പോൾ അതിലേക്ക് നമ്മളൊന്ന് ഇളക്കിയിട്ട് അരപ്പ് കൊടുക്കുകയാണ്. ഈ പച്ചമുളകും ജീരകവും എല്ലാം കൂടെ ചേർത്ത് ചതച്ചത് ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് അതൊന്ന് വേവാൻ വിടുന്നു. പിന്നെ നമ്മൾ നോക്കും, എല്ലാം കൂടെ ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ചക്ക അവിയൽ ഒരു 1/4 ഭാഗമൊക്കെ വേവായിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ഒന്ന് അടച്ച് വെച്ച് കൊടുക്കണം. അത് കഴിഞ്ഞ് ഒരു 5-10 മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേക്ക് നല്ലപോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു ശകലം വെളിച്ചെണ്ണ എടുത്തിട്ട് അതിൻ്റെ മുകളിലൊന്ന് ചുറ്റിച്ച് കൊടുക്കണം. ചുറ്റിച്ച് കൊടുത്ത് ഒന്നും കൂടി ഒന്ന് ഇളക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചക്ക അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. നന്നായിട്ടൊന്ന് ഇളക്കി ഉപ്പൊക്കെ കറക്റ്റാണോ എന്നൊക്കെ നോക്കി, ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ബാക്കി ഉപ്പൊക്കെ ഒന്ന് ചേർത്ത് എടുക്കണം. എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്നതാണ്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യണം. താങ്ക് യു.